സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 172/25 ആദ്യത്തെ ചോദ്യം, ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ശിശു മരണനിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. ഇതെല്ലാം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇത് എല്ലാം. അടുത്ത ചോദ്യം, നീതി ആയോഗ് യോജിക്കാൻ കഴിയാത്ത പ്രസ്താവന ഏത്? നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു. പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും. യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് യോജിക്കാത്ത പ്രസ്താവന. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം. ഓപ്ഷൻ ബി, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 2002. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തന്നിരിക്കുന്നു അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും, അനുച്ഛേദം 44 സിവിൽ നിയമ സംഹിത, അനുച്ഛേദം 63 ഭാരതത്തിന് ഒരു ഉപരാഷ്ട്രപതി, അനുച്ഛേദം 79 പാർലമെന്റ് രൂപീകരണം. തെറ്റായത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2025 നവംബർ 2 ISRO ഭ്രമണപഥത്തിലെത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. LVM-3യുടെ 3ാമത്തെ ഓപ്പറേഷണൽ പറക്കലാണിത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഭാരം കുറവായതിനാൽ വിക്ഷേപണം എളുപ്പമായിരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് തിരഞ്ഞെടുക്കുവാനാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതാണ് കാന്തിക ക്ഷേത്രത്തിന്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 4 എന്നിവ. താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിനു നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതം അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി. ലോഹ സ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ്. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആര്? ഓപ്ഷൻ സി, ജോൺ M. മാർട്ടിനസ്. P. സച്ചിദാനന്ദന്റെ ഏത് നോവലിലാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലിലാണ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ. താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? മലേറിയ. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഓപ്ഷൻ എ ആണ്. ജീവകം ഡി. പ്രൊറോഗേഷൻ എന്നത് ഒരു സെഷൻ അവസാനിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? രാജ്കുമാർ റാവു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം നൽകുന്നത്? 1,00,000 രൂപയാണ്. കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുമ്പ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ശ്രീമതി KC റോസക്കുട്ടിയാണ്.
താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? തന്നിരിക്കുന്നു. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിയമലംഘന സമരം പിൻവലിച്ചത്. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിൽ വെച്ചായിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രണ്ടാമത്തേത് മാത്രം. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി വാവുവേലിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. ഖദർ ഏത് മണ്ണിന്റെ വകഭേദമാണ്? എക്കൽ മണ്ണ്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏത്? ഹൈഗ്രോമീറ്റർ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ രീതി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് പാരീസിലെ ബാസ്റ്റേൻ കോട്ടയുടെ പതനം, ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2, 1, 3. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? കുളച്ചൽ യുദ്ധം. പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഗോദാവരി നദിയിലാണ്. ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? തന്നിരിക്കുന്നു. ഗാസ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷൈഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദൽ ഫാത്ത അൻസിസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഉച്ചകോടി തീരുമാനമെടുത്തില്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? തന്നിരിക്കുന്നു. ഹിതകാരണി സമാജം വീരേശലിംഗം, സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ, ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം. പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? സ്ഥാനാർബുദം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ്. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇവ എല്ലാം. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തത് ഏത്? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻസിലില്ല. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നു കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ചോദ്യം. 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി? 4000 ജൂൾ. ഒരു ബിൽ പണ ബിൽ ആണോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ലോകസഭാ സ്പീക്കർക്കാണ്. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? 20 വർഷം. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച കേസ്? ഓപ്ഷൻ ബി ആണ്, മർബറി വേഴ്സസ് മാഡിസൺ കേസ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6ലാണ് ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗമല്ല. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. പാർലമെന്റ് എന്ന പദം ഉത്ഭവിച്ചത് പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നുമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം? ഓപ്ഷൻ ബി, അനുച്ഛേദം 26. താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? കേക. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേര്? വിഗതകുമാരൻ. മാപ്പിളപ്പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത്? ഇശൽ. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിനു മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്?
സുനിൽ ഗവാസ്കർ. തഗ്ബുർണി എന്ന സമകാല നോവൽ രചിച്ചത് ആര്? വന്ദന. പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? താഴ്വരക്കാറ്റ്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഇ. സന്തോഷ് കുമാർ. കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1, കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. പ്രസ്താവന 2, കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ നാണ്യവിളകളിൽ നിന്നും ഭക്ഷ്യവിളകളിലേക്ക് ആകർഷിച്ചു. പ്രസ്താവന 3, ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചത് 1970 പകുതി മുതൽ 1980 പകുതി വരെ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ലോക വ്യാപാര സംഘടന 1991 നിലവിൽ വന്നു. ഗാട്ടിന്റെ പിൻഗാമിയായിരുന്നു WTO. ഗാട്ട് സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ സി. 2, 3 എന്നിവ ശരി. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ മാത്സ് ആണ്. ഉത്തരം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 51ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി. 52ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 53ാമത്തെ ചോദ്യം 53 ഉത്തരം ഓപ്ഷൻ സി ആണ്. 54ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 54 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 55ാമത്തെ ചോദ്യം 55ന്റെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 10. 56ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് 36. 57 ഉത്തരം ഓപ്ഷൻ ബി ആണ് 4. 58ാമത്തെ ചോദ്യം ഓപ്ഷൻ സി 58 ഓപ്ഷൻ സി. 59 ഓപ്ഷൻ ഡി. 60ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോള താപനത്തിന്റെ സൂചകങ്ങൾ ഏതാണ്? തന്നിരിക്കുന്നു. സമുദ്രനിരപ്പ് ഉയരുന്നത്, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, ഐസ് ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരള വന നിയമത്തിലെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് സർക്കാർ വന്യജീവി സങ്കേതമായി വിജ്ഞാപനം ചെയ്തത്. ചോല നായ്ക്കന്മാർ താമസിക്കുന്ന മാഞ്ചേരി കോളനി വന്യജീവി സങ്കേത പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ന്യൂ അമരമ്പലം സംരക്ഷിത വനത്തിന്റെ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടു വരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചരണ പരിപാടിയാണ്? ഓപ്ഷൻ ബി ആണ്. ട്രാഫിക്. IUCN വർഗീകരണം അനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണ്? തന്നിരിക്കുന്നു. മലബാർ വെരുക്, സിംഹവാലൻ കുരങ്ങ്, വരയാട്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ്. മലബാർ വെരുക്. കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. കടലുണ്ടി വള്ളിക്കുന്ന് ആണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിക്കുന്നത്. കടലുണ്ട് വള്ളിക്കുന്ന് റിസർവിന്റെ വിസ്തീർണം 1.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. താഴെ പറയുന്നവയിൽ പ്രോജക്റ്റ് എലഫന്റ് രൂപീകരിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. കാട്ടാനകളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയും ഇടനാഴികളും സംരക്ഷിക്കുക, മനുഷ്യ വന്യമൃഗ സംഘർഷം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, നാട്ടാനകളുടെ ക്ഷേമം ഉറപ്പാക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3.
റെഡ് ഡേറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏത് തരം ജീവികളെ കുറിച്ചാണ്? ഓപ്ഷൻ എ ആണ് വംശനാശം സംഭവിച്ചവർ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. ജീവനക്കാരുടെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചു. അതുവഴി ജീവനക്കാർക്ക് നഷ്ടം സംഭവിച്ചു. ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുവാൻ കഴിയുമോ? ഉത്തരം ഓപ്ഷൻ സി ആണ്, കഴിയും. സെക്ഷൻ 43A ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റ് ബാധ്യസ്ഥമാണ്. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ട ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സെഷൻ 66C ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. സെക്ഷൻ 66E സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. സെക്ഷൻ 66F സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ. അടുത്ത ചോദ്യം, പ്രോജക്റ്റ് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. ദേശീയ തലത്തിൽ കടുവകളുടെ സംരക്ഷണത്തിനായി 1972 പ്രോജക്റ്റ് ടൈഗർ ആരംഭിക്കുന്നത്. കേരളത്തിലെ 2 കടുവാ സങ്കേതങ്ങളാണ് പെരിയാറും വയനാടും. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രമാണ്. ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? ഓപ്ഷൻ ഡി ആണ്, വന്യജീവി സംരക്ഷണ നിയമം. എലഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. കേരളത്തിൽ ആകെ 6 എലഫന്റ് റിസർവുകളാണ് നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള എലഫന്റ് റിസർവ് ആനമുടിയാണ്. നിലമ്പൂർ എലഫന്റ് റിസർവിന്റെ ഭൂപ്രദേശം മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ റവന്യൂ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായ വസ്തുതകളാണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇതിന്റെ ആൻസർ PSC പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല റിസർവ് ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനാവരണം ഉള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. ജനുവരി 5 ദേശീയ പക്ഷി ദിനം. ഏപ്രിൽ 22 ഭൗമദിനം. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്ത്യൻ വന നിയമം 1927, വന്യജീവി സംരക്ഷണ നിയമം 1972, കേരള വന നിയമം 1961, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നിയാണ്. ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. UNEPയുടെ പ്രഖ്യാപനം അനുസരിച്ച് 2024 ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. 2021 മുതൽ 2030 വരെ UNEP പരിസ്ഥിതി പുനഃസ്ഥാപന ദശാബ്ദമായി ആചരിക്കുന്നു. 1972 UN ജനറൽ അസംബ്ലി സമ്മേളനമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. ഇനി വരുന്ന 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഷീ വിൽ ഡാഷ് ദ പൊസിഷൻ ഓഫ് മാനേജർ
tomorrow. Option D, take up. Choose the correctly spelled word. Option C ആണ് ശരിയായിട്ടുള്ളത്. MANOEUVRE. I asked him, can you join the team today? Change the sentence into reported speech. Option D, I asked him if he could join the team on that day. The idiom stands for stop avoiding the main issue and speak directly. Option C, beat around the bush. They were not ashamed, dash hug each other. 2. Get ready for the descent is an example of imperative sentence. Either you or I dash to choose the post. R. The passive form of you need not submit the document. Option C, the document need not to be submitted. If I knew her address, I dash a letter to her. I could write a letter to her. Synonym of succumb is ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2. yield, relent. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ബി, തൂലം. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? മിടുക്കർ. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. 10 15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഉരുളക്കുപ്പേരി. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. പൂ പ്ലസ് അമ്പ്. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം നങ്ങ്യാർ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഉപസംഹാരം. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏത്? വഴി കാണിക്കുക. അവസാനത്തെ ചോദ്യം, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? പിപാസു. നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയ ഉത്തരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്